എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതാണ്. അരി അരച്ച ഉടൻ തന്നെ നമുക്ക് ഇതുപോലെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം തയ്യാറാക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരു തരി പോലും കറിയൊന്നും തന്നെ വേണ്ട. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളുമാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് വെറൈറ്റി അപ്പം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നേരത്തെ തന്നെ അരി കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്ലാസ് പച്ചരി എന്ന് പറയുമ്പോൾ 300 ഗ്രാം അളവിലാണ് അരി ഉണ്ടാവുക. ഈ കുതിർത്തിയ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമ്മിയത് ചേർക്കാം. 1/2 കപ്പ് അളവില് ചോറ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അരി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള അരിമാവ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മാവ് അല്പം ലൂസായിട്ടാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതാ കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ മാവ് നമുക്കായി വരേണ്ടത്. മാവ് ഇതുപോലെ അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകം, 1 സ്പൂൺ അളവില് ചതച്ച മുളക്, ഇനി വേണ്ടത് 4 കൊച്ചുള്ളി കട്ട് ചെയ്തത്, 1 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാവ് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കുടൻ തന്നെ അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മാവ് അയൺ പാനിൽ വെച്ചും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാനിന്ന് ഇതുപോലൊരു നോൺ സ്റ്റിക് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചട്ടി പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ ആദ്യം അപ്പം നമ്മൾ വേവിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് വെന്ത് വരട്ടെ. ഈ ഒരു സമയത്തെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നിങ്ങളിത് ഇരുമ്പ് ചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മുരിയിച്ചെടുക്കാനായിട്ടും. ഇതിന്റെ അരിക ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. മൂടി വെച്ച അപ്പം നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാനിൽ നിന്നും അപ്പം എടുത്ത് മാറ്റാം. ഇതുപോലെയാണ് നമുക്ക് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ വേവിച്ചെടുക്കാം. മാവ് കോരി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. മാവ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൂടെ കൊടുക്കണം. അരികൊക്കെ ഒന്ന് വെള്ളം വറ്റി തുടങ്ങുമ്പോഴേക്കും നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അപ്പവും ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. മൂന്നാമതും നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കണം. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ മൂന്നാമത്തെ അപ്പവും ഇവിടെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പങ്ങളും വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പങ്ങളെല്ലാം ഞാനിവിടെ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. തുവാല പോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാനും സാധിക്കും. എങ്കിൽ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഒരുപോലെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.